ശ്രീജിത്തേട്ടാ, കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇതനുസരിച്ച് ഒരു പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന. ഇതനുസരിച്ച് കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? അദ്ദേഹത്തിന് എന്തായാലും ഒഴിയാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം KPCC പ്രസിഡന്റ് ആയിരിക്കുക, അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി മാറുക എന്നതാണ് കെ സുധാകരന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും പാർട്ടിക്ക് വലിയ ലക്ഷ്യങ്ങളുമായാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പൂർണ്ണമായി തന്നെ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് തിരിച്ച് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് കേരളവും മറ്റൊന്ന് ആസാമുമാണ്. ആസാമിലെ സ്ഥിതി ഇപ്പോൾ വച്ച് നോക്കുമ്പോൾ ദുർബലമാണ്. അവിടുത്തെ സംഘടനാ രീതിയും അതോടൊപ്പം തന്നെ അവിടെ BJPക്ക് വളരെ വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് ആസാം. മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായാലും 5 വർഷത്തിലൊരിക്കലാണ് ഈ അധികാരം മാറുന്നത്. LDF UDF മാറി വരുന്ന ഒരു സാഹചര്യമാണ് വർഷങ്ങളായി നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതൊരു മാറ്റം വന്നു. കോവിഡ് കാരണം ഈ വലിയ രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. അത് കൃത്യമായി മുതലെടുക്കുവാൻ CPM-ന് കഴിഞ്ഞു. അതിനാൽ തന്നെ 99 സീറ്റോടെ CPM അധികാരത്തിൽ വന്നിട്ടുണ്ട്. LDF ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് അധികാരം പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പുനഃസംഘടനയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പുനഃസംഘടനയുടെ ഭാഗമായി സുധാകരനെ മാറ്റുവാനാണ് ഇപ്പോൾ വരുന്ന ചില തീരുമാനങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സുധാകരനെ മാറ്റിയിട്ട് പകരം കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നുള്ള MP ആണ്. വർഷങ്ങളായി തന്നെ ആ MP പദം അലങ്കരിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് നിന്ന് തുടർച്ചയായി തന്നെയാണ് വിജയിച്ചു കയറുന്നത്. രാഹുൽ ഗാന്ധിയുടെ എല്ലാം പ്രിയപ്പെട്ടവനാണ്. കോൺഗ്രസിന് ശക്തി ആർജിക്കാൻ വേണ്ടിയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ കെ സുധാകരനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് കയറ്റുന്നത്. തീർച്ചയായും അത് 2026 ഇനി തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരണം. അതിനുശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ആ 2 ഇലക്ഷനും മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി അധികാരം നേടുക. പ്രത്യേകിച്ച് അധികാരം നേടുകയാണല്ലോ എല്ലാ പാർട്ടികളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. 2021 മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ സമയം മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു KPCCയുടെ പ്രസിഡന്റ്. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ വലിയ രീതിയിൽ ഈ തുടർ ഭരണം മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഇടക്കാലത്ത് ആദ്യമായൊരു സംഭവമാണ് LDF തുടർ ഭരണത്തിലേക്ക് രണ്ടാമത് വരുന്നത്. അപ്പോൾ ആ തോൽവിയോടെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം എന്തായാലും കോൺഗ്രസിൽ എപ്പോഴും ഗ്രൂപ്പാണ്. അങ്ങനെ ഈ ഗ്രൂപ്പ് ചർച്ചകൾ ഉണ്ടായി. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ആരാണ് KPCC പ്രസിഡന്റ് ആകണമെന്ന ചർച്ചയ്ക്ക് പിന്നാലെയായിരുന്നു എല്ലാ പാർട്ടി നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ നേതാക്കളും അഭിപ്രായപ്പെട്ടു ഗ്രൂപ്പുകൾക്ക് അതീതനായ ഒരു പ്രസിഡന്റ് വേണമെന്ന്. അങ്ങനെയാണ് സുധാകരനിലേക്ക് എത്തുന്നത്. സുധാകരൻ കണ്ണൂർക്കാരനാണ്. അദ്ദേഹം കണ്ണൂരിൽ CPM-നെതിരെ വലിയ ഈ കായികമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും നേരിട്ട് വളർന്നു വന്നൊരു നേതാവാണ്. പലതവണ സുധാകരനെ CPM പ്രവർത്തകർ ഈ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം വരെ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ ഒരു CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ആ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് അദ്ദേഹം MP ആയി വിജയിച്ചു വരുന്നത് തന്നെ, പലതവണ വിജയിച്ചു വരുന്നത്. ചിലപ്പോൾ ഇനിയൊരു നേതാവിനെ സുധാകരൻ അല്ലാതെ മറ്റൊരു നേതാവാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായി ആ മണ്ഡലം കോൺഗ്രസിന് ലഭിക്കില്ല. അത്രത്തോളം CPM-ന് അടിത്തറയുള്ള ഒരു മണ്ഡലത്തിലാണ് സുധാകരന്റെ കഴിവ് കൊണ്ടാണ് അവിടെ വിജയിച്ചു കയറുന്നത്. അതിനാൽ തന്നെയാണ് അണികൾക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ്. അങ്ങനെ 2011 ജൂൺ 8 കെ സുധാകരൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായി KPCCയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം അന്ന് വലിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയിരുന്നു. കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കുമെന്ന്. കേഡർ പാർട്ടി കൂടുതൽ അണികൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ പാർട്ടി എന്താണോ പറയുന്നത് അത് കൃത്യമായി തന്നെ അനുസരിക്കുന്ന അണികളെ രൂപപ്പെടുത്തുക എന്നതാണ് കേഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPM ആയാലും BJP ആയാലും കേഡർ പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ മറിച്ച് കോൺഗ്രസ് അങ്ങനെയല്ല. അത് അവർക്ക് ഗ്രൂപ്പും വ്യക്തി താല്പര്യങ്ങളെല്ലാം കൂടുതലായിട്ടുള്ള ഒരു സംഘടനാ രീതിയാണ് കോൺഗ്രസിനുള്ളത്. അങ്ങനെ അപ്പോൾ സുധാകരൻ പറഞ്ഞു എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡർ ആക്കുമെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ പാർട്ടിയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് വന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മത്സരത്തിന് ഇറങ്ങിയപ്പോൾ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും കോൺഗ്രസിനെ ഈ അണികൾ പ്രതീക്ഷിച്ച രീതിയിൽ
ഇദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതും ഈ വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ KPCCയുടെ ചുമതല ഹസനെ ഏൽപ്പിച്ചിരുന്നു. കാരണം ഇദ്ദേഹം കണ്ണൂരിലെ തെരഞ്ഞെടുപ്പുമായി മാറി നിന്നപ്പോൾ ഹസനെ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് ഹസൻ മാറാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ വിജയം നേടിയതിന് പിന്നാലെ 20-ൽ 18 സീറ്റും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല. തൃശ്ശൂരിൽ BJPയും അതോടൊപ്പം തന്നെ ആലത്തൂരിൽ CPMുമാണ് വിജയിച്ചത്. ഈ വലിയ വിജയത്തിന് പിന്നാലെ അദ്ദേഹത്തിന് എന്തായാലും തിരിച്ച് ആ ചുമതല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഏറ്റവും ഇപ്പോൾ ഈ സുധാകരനുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോൾ പാർട്ടി എന്തായാലും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ ഇദ്ദേഹം എന്നും വിവാദ നായകനായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയായിരിക്കില്ല ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്ന ഒരു നിസ്സാര കാരണം കോൺഗ്രസ് എടുത്തിരുന്നത്. ഇല്ല, ആരോഗ്യ പ്രശ്നമാണല്ലോ. ഇപ്പം VS അച്യുതാനന്ദൻ എന്താണ് അവസാന ഘട്ടത്തിൽ മാറിയത്? ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു KPCC പ്രസിഡന്റ് ആകുമ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഓടി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് കഴിയില്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാഭാവികമായി പാർട്ടി മാറ്റുക തന്നെ ചെയ്യും. ചിലപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രവർത്തനം പോകുന്നതും. അതോടൊപ്പം പിന്നെ മറ്റൊരു കാര്യം, ഈ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിന് വർഷങ്ങളായി തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രധാന തട്ടം ഡൽഹിയാണ്. അത് തുടർച്ചയായി തന്നെ MP ആകുന്നു. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന 2 പേരിൽ ഒന്ന് KC വേണുഗോപാലും ഒന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് കേരളത്തിലേക്ക് വരണം, KPCC പ്രസിഡന്റ് ആവണം. അദ്ദേഹത്തിനും കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും മുഖ്യമന്ത്രി ആകണമെന്നാണ് താല്പര്യം. അത് പണ്ടേ ഉള്ളതാണല്ലോ. KC വേണുഗോപാലായാലും ശശി തരൂരായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും അങ്ങനെ ഒരു ഡസനിലധികം നേതാക്കൾ അവിടെ മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിൽ ഒരാളാണ് ഈ കൊടിക്കുന്നിൽ സുരേഷും. അങ്ങനെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് മുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെത്തി KPCC പ്രസിഡന്റായി പിന്നീട് വരുന്ന ആ ഒരു വലിയ വിജയം നേടുകയാണെങ്കിൽ സ്വാഭാവികമായി KPCC പ്രസിഡന്റിന് പ്രത്യേക പരിഗണന ലഭിക്കുമല്ലോ. അടുത്ത മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം പരിഗണന ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു പിന്നോക്ക സമുദായക്കാരനാണ്. അപ്പോൾ അതും അദ്ദേഹത്തിന് ഒരു പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ബെന്നി ബെഹനാൻ, അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ഡീൻ കുര്യാക്കോസ്, അങ്ങനെയാണ്. അപ്പോൾ ഈ ബെന്നി ബെഹനാനും ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എല്ലാ കാലത്തും ക്രിസ്ത്യൻ സമുദായം വലിയ രീതിയിൽ കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. മലബാർ മധ്യ തിരുവിതാംകൂർ മേഖല, കോട്ടയം, പത്തനംതിട്ട ആ മേഖലയിൽ, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ രീതിയിൽ ഈ ക്രിസ്ത്യൻ സമുദായം കോൺഗ്രസിനെയാണ് പിന്തുണച്ചത്. പക്ഷേ ഇടക്കാലത്തായി അവർ മാറി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കാണുമ്പോൾ, അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ കാണുമ്പോൾ മനസ്സിലാകും വലിയ രീതിയിൽ LDFിലേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് UDF വിട്ട് LDFിലേക്ക് പോയപ്പോൾ വലിയ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വലിയ രീതിയിലുള്ള വോട്ട് ഈ LDFിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJP ആ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് വളരാനുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. അത് തൃശ്ശൂരെല്ലാം കണ്ടതാണ്. ഈ ബിഷപ്പുമാരുമായി അതിരൂപതകളുമായി എല്ലാം ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ അവരും അങ്ങനെ ആ സമുദായത്തിലേക്ക് CPMും BJPയും വളരുമ്പോൾ അവിടെ തകരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ട് ബാങ്കാണല്ലോ. ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി ആകുന്നതെല്ലാം ഇവരുടെ വലിയ പിന്തുണ കൊണ്ടാണ്. അവർ ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ആ വിജയം എന്തായാലും സാധ്യമാക്കിയത്. അങ്ങനെ ഒരു പരിഗണന ക്രിസ്ത്യൻ വിഭാഗത്തിന് പരിഗണിക്കുകയാണെങ്കിലാണ് ബെന്നി ബെഹനാൻ. അദ്ദേഹം ഇപ്പോൾ നിലവിൽ MP ആണ്. അത് മുൻപ് MLA ഉൾപ്പെടെയായിരുന്ന ഒരു മുതിർന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള MP ആയ ആന്റോ ആന്റണിയും ഇപ്പോൾ പരിഗണനയിലുണ്ട്. അടൂർ പ്രകാശ് എന്ന പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ഒരു പരിഗണന ലഭിക്കുകയാണെങ്കിൽ അടൂർ പ്രകാശ് ആയിരിക്കും ഈ KPCCയുടെ പ്രസിഡന്റായി വരാൻ സാധ്യത. യുവാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഡീൻ കുര്യാക്കോസും ഇത്തരത്തിൽ കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റായി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ളത് കൊടിക്കുന്നിൽ സുരേഷിനാണ്.